നേപ്പാളിലെ പൊഖറായിൽ നടന്ന നീന്തൽ മത്സരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ 3 ഇനങ്ങളിൽ സ്വർണം നേടിയ കൊയിലാണ്ടി പെരുവട്ടൂർ ശ്രീരഞ്ജിനിയിൽ നാരായണൻ നായർക്ക് പറയാനുള്ളത് സ്ഥിരോത്സാഹത്തിൻ്റെയും സമർപ്പണബോധത്തിൻ്റെയും കഥയാണ്. 100 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ എന്നിവയിലാണ് അദ്ദേഹം സ്വർണ്ണ നേട്ടം കൈവരിച്ചിട്ടത്. ദേശീയ മത്സരത്തിൽ 100 മീറ്ററിൽ സ്വർണവും 50 മീറ്റർ ഫ്രീ സ്റ്റൈലിലും 100 മീറ്റർ ഫ്രീ സ്റ്റൈലിലും വെള്ളിയും നേടിയിരുന്നു. 10-ാം വയസ്സിൽ പന്തലായനി ക്ഷേത്രക്കുളത്തിൽ നീന്തി തുടങ്ങിയ ഈ കുട്ടി 70-ാം വയസ്സിൽ നേടിയ നേട്ടം നാടിന് അഭിമാനിക്കാവുന്നതാണ്. മഠത്തിൽ സഹദേവൻ, മാക്കണംകോട്ട് ഗോപാലകൃഷ്ണൻ, മാക്കണംകോട്ട് ഭരതൻ, പ്രതീക്ഷയിൽ നാരായണൻ നായർ, വേണു, കോട്ടക്കണ്ടി കരണൻ, പട്ടവളത്തിൽ നാരായണൻ, ആയടത്തിൽ സുധാകരൻ, ആയടത്തിൽ സുരേന്ദ്രൻ എന്നിവരെല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ ഇവിടെ കുളിക്കാൻ വരുന്നത്. അപ്പം ദിവസം ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും ഞങ്ങൾ ഇവിടെ നിന്ന് നീന്തി കളിക്കും. സ്കൂൾ പോകേണ്ട സമയമാകുമ്പോഴാണ് ഏകദേശം ഞങ്ങൾ ഈ കുളത്തിൽ നിന്ന് കയറുന്നത്. അങ്ങനെ ഒരു ദിവസം ഈ ആയടത്തിൽ സുധാകരൻ ഈ ഒരു കുളപ്പരയ്ക്കിൻ്റെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ മുകളിൽ കയറിയപ്പോൾ കയറി വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ ഇവൻ കല്ലിൻ്റെ മുകളിൽ തട്ടി. അങ്ങനെ 7 സ്റ്റിച്ചുണ്ടായിരുന്നു അവൻ കുളത്തിലേക്ക് ചാടിയപ്പോൾ. അവിടെ നിന്ന് അവനെ ആ കൊയിലാണ്ടി ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി കമ്പൗണ്ടർ കണാറുനാരാണ് അന്ന് സ്റ്റിച്ച് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ പല മത്സരത്തിനും പോയിട്ടുണ്ട്. അന്ന് പിന്നെ ഇത്ര വലിയ പ്രാധാന്യമൊന്നും എവിടെ ഇല്ലായിരുന്നു. ചെറിയ ചെറിയ മത്സരങ്ങൾക്കാണ് ഞങ്ങളന്ന് പോയത്. പിന്നീടാണ് ഞാൻ ഈ വിധത്തിലുള്ള മത്സരങ്ങളെല്ലാം പോകാൻ. അന്ന് എനിക്ക് ഇന്നൊന്നും പോകാനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് പോകാൻ പറ്റാതിരുന്നത്. പന്തലായനി കക്കുളത്തിന് മുകളിലുള്ള ബൈപ്പാസിനോട് ഇപ്പോൾ ഓരം ചേർന്ന് നിൽക്കുന്ന വീട്ടിലായിരുന്നു നാരായണൻ നായർ ജനിച്ചത്. ആ വീട്ടിലായിരുന്നു വളർന്നത്. ആ വീട്ടിനടുത്തുള്ള ഒരു പാറയിൽ KNN എന്ന് അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്ത് ഉളി വെച്ച് കോറിയിരുന്നു. അത് ഇന്ന് ബൈപ്പാസ് വന്ന് പാറ പൊട്ടിച്ച് എടുത്തിട്ടും അത് അവിടെ മായാതെ കിടക്കുന്നു. നാരായണൻ നായർ നേടിയ സ്വർണ്ണ തിളക്കം പോലെ, നാരായണൻ നായർ നീന്തലിൽ നേടിയ വിജയം പോലെ അത് എന്നും മായാതെ ബൈപ്പാസ് വന്ന് നാടിൻ്റെ മുഖമാകെ മാറിയിരിക്കുന്നു. വന്ന വഴികളിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. എന്നാലും പാറപ്പുറത്ത് കോറിയിട്ട പേര് പോലെ നാരായണൻ നായരും ഈ നാടിൻ്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കും. ഉറപ്പ്. തൻ്റെ ഇനിയുള്ള കാലത്തെ സ്വപ്നങ്ങൾ, ചിന്തകൾ അദ്ദേഹം പങ്കുവെക്കും. ഞാൻ ഏറ്റവും കൂടുതൽ നീന്തിയത് 2 കിലോമീറ്ററാണ്. അത് ആലുവ പെരിയാറിലാണ്. അത് 1 മണിക്കൂറും 20 മിനിറ്റും 30 സെക്കൻഡും കൊണ്ട് ഞാൻ നീന്തിയെത്തിയിട്ടുണ്ട്. അടുത്ത എൻ്റെ ആഗ്രഹം ബോംബെയിൽ പോയിട്ട് കടലിൽ 6 കിലോമീറ്റർ നീന്തുക എന്നതാണ്.